ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിമിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷെൽഫിൽ ബുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടു വരുമ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ഡൈനിങ് റൂം, പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട്. അവിടെ അത് കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ. അപ്പോൾ ഈ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ബാത്ത് ടബൊക്കെ കാണാം നമുക്ക്. ഇനി നമുക്ക് ഈ ഡോർ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാം. ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ. പിന്നെ ഇവിടെ ഗ്യാരേജ് ഉണ്ട്. ഗ്യാരേജിലൊരു സംഭവമുണ്ട് ഗേൾസ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ സിവിക്കൊക്കെ കിടക്കുന്നുണ്ട്. ബാക്കിലത്തെ നമ്പർ പ്ലേറ്റൊക്കെ മറോഫ് യൂട്യൂബ് നോക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗൈസ് ഒരു ലിവിങ് ഏരിയ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്താ ശരിക്കും എനിക്കറിയില്ല. ഇതവിടെ ടി വി ഒക്കെ വെച്ചിട്ട് ടി വി ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ അതാ ഒരു സ്പീക്കറുണ്ട്. പിന്നെ ഇവിടെ കൂളറ്, പിന്നെ ഒരു വർക്കൗട്ടിങ്ങിൻ്റെ സാധനം, പിന്നെ ഇവിടെ ഫ്രിഡ്ജ്. പിന്നെ ഈ വണ്ടി എടുക്കുന്ന ഭാഗം മൊത്തം ഗാരേജ്, അവിടെ ഒന്നും കാണിക്കാനില്ല. പിന്നെ അവിടെ കുറച്ച് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഡോറ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ മേലേക്ക് പോകാം കേട്ടോ. മേലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ടി വി സ്പീക്കറൊക്കെ വെച്ചിട്ടൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അതവിടെ സോഫ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു സോഫയുടെ സെറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഷെൽഫ്സൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെടിയൊക്കെ ഉണ്ട്. പിന്നെ അത് ലെഫ്റ്റ് സൈഡിൽ ഫ്രൂട്ട്സും കോഫി ഉണ്ടാക്കുന്ന മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടെ ബാക്കിലൊരു ഇതുണ്ട്, ഒരു സോഫ സെറ്റ്. പിന്നെ അവിടെ ലൈറ്റ് ഉണ്ടാവലൊക്കെ ഉണ്ട്, അത്ര ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബെഡ്റൂം തന്നെയാണ്, നല്ല ബെഡ് തന്നെയാണ്. പിന്നെ അതവിടെ സോഫ ഉണ്ട്. പിന്നെ കുറച്ച് ഷെൽഫ്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇതുള്ളത്, ഈ നമ്മുടെ ബാൽക്കണി, റൂമിനോടൊപ്പമുള്ളൊരു ബാൽക്കണി, അത്യാവശ്യം വലിയൊരു ബാൽക്കണി. പിന്നെ ഇത് ഗെയിമിംഗ് റൂം. ഇതിൻ്റെ ഡോറ് ഇങ്ങനെ നല്ല കേസ് തുറക്കല്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഉണ്ടായെന്നറിയോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡോറിങ്ങനെ തുറന്ന് കളിക്കലുണ്ട്. അപ്പം റെക്കോർഡാക്കണ ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല കേസ്. അപ്പം ഞാനതിങ്ങനെ തുറന്ന് കളിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് സോറി. പിന്നെ കുറേ നേരം ഇതൊന്ന് കളിച്ചു. ലാസ്റ്റ് ഞാൻ കണ്ടു റെക്കോർഡാവുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വന്നു. പിന്നെ ഇത് ഒരു ലക്ഷറി ബാത്റൂമാണ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റത് അത്ര സ്പേസില്ല, പക്ഷേ ഇത് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ പകുതി ആയിട്ടുള്ളൂ മറ്റേത്, പക്ഷേ ഇത് നല്ല സ്പേസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഇതിൽ കണ്ടൊരു മാറ്റം. പിന്നെ വേറെ വലിയ മാറ്റമൊന്നുമില്ല, അത് കൈകെട്ടിയാണ് ഗൈസ്. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വീഡിയോ ഒന്നും അത്ര ലോങ് ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ഇതാണ്, എനിക്കിഷ്ടമുള്ളത് എഡിറ്റ് ചെയ്യുന്നതിങ്ങനെ കുറേ കുത്തിരുന്നിട്ട് എഡിറ്റ് ചെയ്യും. പിന്നെ ഇതൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അതിങ്ങനെ വേണം. ഇതേപോലെ ഒരു സിറ്റിംഗ് ഏരിയ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസും ഇതൊക്കെ ഉണ്ട്. അത് എന്തെങ്കിലും മീറ്റപ്പൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു കോണുണ്ട്, അതിൽ കൂടെ അടിക്കണം. ഇനി
ഉണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡോറ് നമുക്ക് ഇനി ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മേലെ പോകുമ്പോൾ അതെ ഇവിടെ കുറച്ച് ഷെൽഫ്സും പിന്നെ ഇവിടെ ഒരു ജിമ്മുണ്ട്, മെഷീനൊക്കെ വെച്ചിട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്, പിന്നെ ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കോഫി ഉണ്ടാക്കുന്ന മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ഡോർ ക്ലോസ് ചെയ്യാം. ചെറിയ ബാൽക്കണി സെറ്റപ്പാണത്. പിന്നെ ഇവിടെ ഒരു ഗെയിമുണ്ട്. അപ്പോൾ അവിടെ കോഫി ഉണ്ടാക്കുന്ന പറയുമ്പോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ സോളാറുണ്ട്. ഇത് വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മളെ റിയൽ ലൈഫിൽ ആസ്പെറ്റോസ് ഇടൂലേ, അത് ആസ്പെറ്റോസ് പോലെയാണ് ഇവിടെ സോളാർ കൊടുത്തിരിക്കുന്നത് ഗൈസ്. എന്തുവാ ഇത്? അപ്പോൾ ഇതാണ് സോളാർ. ആസ്പെറ്റോസ് മുറിച്ച പോലെ ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടിക്ക് പോവാം. എന്തൊരു ബഗ്ഗടിച്ചല്ലോ, അടിക്ക് പോകണില്ലേ? അത് പെട്ടെന്ന് ക്യാമറ തിരിക്കണോണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്, ബഗ്ഗല്ലേ. അപ്പോൾ ഇനി നല്ലപോലെ അറിഞ്ഞു പോയി കിടക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ബാൽക്കണി ഉണ്ടല്ലോ, അവിടെ വന്ന് നിൽക്കും ഗൈസ്. ഭയങ്കര വൈബാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇങ്ങനെ മഞ്ഞൊക്കെ വീണുണ്ട്, നല്ല രസമാണ് നമുക്ക് അങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഡ്രോൺ വ്യൂ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് ഒരു ഇതൊക്കെ ഉണ്ട്, ക്യാമ്പ് ഫയറൊക്കെ. അതിവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇവിടെ എന്തൊക്കെയുള്ളത്, ഇവിടെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. ഗ്യാരേജൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ഇനി വീട്ടിലൊന്നുമില്ല, ക്യാമ്പ്. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കുള്ളൂ. ബൈ.